രാവിലെ തന്നെ അങ്ങനെ ഓട്ടോയും കൊണ്ട് ഒരു ഓട്ടം കിട്ടിയായിരുന്നു. അങ്ങനെ അത് പോയിട്ട് വൈകുന്നേരം അങ്ങനെ തിരിച്ചെത്തിയതാണെങ്കിൽ സ്കൂട്ടറിനും. രാവിലെ അങ്ങനെ ഓട്ടം വന്നിട്ട് ഇപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ ഞാൻ. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരങ്ങനെ വന്നു. ഈ കുഞ്ഞിനെ പനിയായിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് പോവാണ് കേട്ടോ ഞങ്ങൾ വന്നത് പൊൻകുന്നത്തുള്ള ശാന്തിനികേതൻ ഹോസ്പിറ്റലിലോട്ടാണേ. അവരെ കൊണ്ട് അങ്ങനെ ഇറക്കി വിട്ടിട്ട് വണ്ടി ഒരിടത്തോട്ട് ഒതുക്കിയിട്ട് ഞാനിപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുവാണേ. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ദാഹം. പിന്നൊന്നും നോക്കിയില്ല, തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിലോട്ട് പോയിട്ട് ഒരു ചെറിയ ബോട്ടിൽ കോള മേടിച്ചിട്ട് അങ്ങ് കുടിച്ചു. അതും കുടിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുന്ന ഭയങ്കര മടുപ്പായതുകൊണ്ട് ഞാനും കൂടെ ഹോസ്പിറ്റലിനകത്തോട്ട് പോയി സ്ഥലം കിട്ടിയവരടുത്ത് ഇരുന്നു. സമയം ഏകദേശം ഒരു 10-10:30 ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഹോസ്പിറ്റലിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരങ്ങനെ തിരിച്ചെത്തി. പോകുന്ന വഴിക്കാണെങ്കിൽ വണ്ടിക്കകത്ത് കുറച്ച് ഡീസലും കൂടെ അടിച്ചു. ഇനിയും ഈ ചേച്ചിയൊക്കെ കൊണ്ടുവന്ന് അവരുടെ വീട്ടിലിറക്കണം. അങ്ങനെ അവരെ കൊണ്ട് അവരുടെ വീട്ടിൽ വിട്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പത്തനംതിട്ട വരെ പോകുന്ന കാര്യം പറഞ്ഞത്. അവൻ്റെ വണ്ടിയിൽ ഇപ്പോൾ പത്തനംതിട്ടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ പൊക്കോണ്ടിരിക്കുവാണേ. അവൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടിപ്പോയായിരുന്നു. അങ്ങനെ ഡിസ്പ്ലേ മാറാനായിട്ട് പോയതാണ് കേട്ടോ ഞങ്ങൾ. വിവോയുടെ ഫോൺ ആയതുകൊണ്ട് വിവോയുടെ സർവീസ് സെൻറ്ററിൽ തന്നെ കൊടുത്ത് മാറാനായിട്ട് പത്തനംതിട്ടയിൽ ചെന്ന് തപ്പി അവസാനം അങ്ങനെ വിവോയുടെ സർവീസ് സെൻറ്റർ ഞങ്ങൾ കണ്ടുപിടിച്ചു. വണ്ടിയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ താഴത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ചു. ഇതാണ് കേട്ടോ അവൻ്റെ ഫോൺ, വിവോയുടെ Y100. സർവീസ് സെൻറ്റർ മുകളിലായതുകൊണ്ട് ലിഫ്റ്റിൽ കയറി നേരെ മേളിൽ ചെന്നു. ഫോണിൻ്റെ ഡിസ്പ്ലേ മാറി കിട്ടാൻ ഏകദേശം ഒരു 5 ദിവസമെങ്കിലും പിടിക്കുമെന്ന് പറഞ്ഞു. വിശാലമായ സർവീസ് സെൻറ്റർ ആയിരുന്നു. പക്ഷേങ്കിൽ കസ്റ്റമറായിട്ട് ആ സമയത്ത് ഞാനും അവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് മണ്ണാർക്കുളഞ്ഞ് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു പായസം വണ്ടി കണ്ടത്. എന്നാൽ പിന്നെ ഓരോ ഗ്ലാസ് പായസം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒന്നാമതേ സ്കൂട്ടറിൽ വരുന്നത് കൊണ്ട് കയ്യും തലയൊക്കെ ചൂടടിച്ച് പഴുത്തിരിക്കുമായിരുന്നു. അതിൻ്റെ കൂടെ ചൂട് ഓരോ ഗ്ലാസ് പായസവും കൂടെ കുടിച്ചു. പായസമൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ച് റാന്നി എത്താറായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവൻ പറഞ്ഞത് പായസം കുടിച്ചിട്ടൊന്നും ആയില്ല, എന്നാൽ പിന്നെ നമുക്ക് ഓരോ ഊണും കൂടെ കഴിച്ചാലോ എന്ന് ചോദിച്ചത്. പിന്നൊന്നും നോക്കിയില്ല, നേരെ അടുത്തുള്ള ഹോട്ടലിലോട്ട് കയറി. ഒരു 4-5 കൂട്ടം കറികളുണ്ടായിരുന്നു. അതുകൂട്ടി നല്ലൊരു ഊണം കഴിച്ചു. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഊണ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്നും കിട്ടി കേട്ടോ ഞങ്ങൾക്ക് ഓരോ ഗ്ലാസ് പായസം. അങ്ങനെ അതും കൂടെ കുടിച്ചിട്ട് ഇനി ഞങ്ങൾ നേരെ ഇവിടുന്ന് വീട്ടിലോട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.